കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് വരികയാണ് കൂട്ടുകാരെ. ഒരു ചേച്ചിയുടെ കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല മഴക്കാലമാണ്, എല്ലായിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു. അതുപോലെ തന്നെ റോഡായാലും എല്ലാം വഴുതൽ ഉണ്ട്. പിന്നെ ഇങ്ങനെ തെന്നി വീഴും, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എല്ലായിടത്തും. അതുകൊണ്ട് വീട്ടിലായാലും നമ്മൾ പുറത്തെവിടെങ്കിലും പോയാലും വളരെയധികം സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചി, ആ ചേച്ചി മറിഞ്ഞു വീണ്, ചേച്ചി ഇങ്ങനെ നടന്നു പോയപ്പോൾ എവിടെ ഇങ്ങനെ പിടിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ കൈ കുത്തി ചേച്ചി വീണു. അങ്ങനെ ചേച്ചിയുടെ കൈ പ്ലാസ്റ്റർ ഇട്ടു. ചേച്ചി ലേഡീസ് ചില വീടുകളിലൊക്കെ ഒരു ലേഡീസൊക്കെ കാണത്തുള്ളൂ. ചിലപ്പം 2 ആൺപിള്ളേരായിരിക്കും, മക്കൾ, ഭർത്താവ്, അങ്ങനെയൊക്കെ ആകുമ്പം പെൺപിള്ളേർ വേറെ കാണത്തില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ലേഡിയെ ഉള്ളെങ്കിൽ കുറേ പാടാണ്. ജോലികളെല്ലാം ചെയ്യാൻ ലേഡീസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും നടക്കണം കൂട്ടുകാരെ. അങ്ങനെ ആ ചേച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തു. കൈക്ക് നല്ല ഒടിവൊക്കെ ഉണ്ട്. അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടു. ചേച്ചി അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. നമുക്ക് ചേച്ചി മാത്രമേ, ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ ആ ചേച്ചി മാത്രമേ വീട്ടിലുള്ളൂ. അത് കാരണം ഫുഡ് കൊടുക്കാനും നോക്കാനും ഒന്നും ആരുമില്ല. നമുക്കറിയാവുന്ന ഒരു ചേച്ചിയാണ്. അങ്ങനെ അപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. വീട്ടിൽ വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നോക്കണം. ചേച്ചിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം താളം തെറ്റി. അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞപ്പോൾ നല്ല സ്നേഹമുള്ള ഒരു റിലേറ്റീവ് ഈ ചേച്ചിയെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ചേച്ചിയെ നല്ലതുപോലെ പൊന്നുപോലെ നോക്കി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ചേച്ചിക്ക് വേറെയും ഒരു പ്രശ്നം പറ്റി. ഈ പ്ലാസ്റ്ററെല്ലാം ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പം ചേച്ചി വെള്ളം എന്തോ എടുക്കാൻ നേരത്ത് ഈ കൈ താങ്ങി ഈ വെള്ളം എടുത്തപ്പം വീണ്ടും ചേച്ചിയുടെ കൈയുടെ അസ്ഥിക്ക് പരിക്ക് പറ്റി. അങ്ങനെയാണ് ഈ റിലേറ്റീവ് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ ചെന്ന് അങ്ങനെ വേറെ ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയപ്പം പറഞ്ഞു, ഈ എല്ലങ്ങ് തിരിഞ്ഞു, ഇനി ഇത് എവിടുന്നോ ബോഡിയുടെ വേറെ ഏതോ പാർട്ടിൽ നിന്ന് എടുത്ത് അവിടെ നടക്കെ എടുത്ത് ഫിറ്റ് ചെയ്തെങ്കിലേ ഇനി ഈ അസ്ഥി ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുപോലെ അവസ്ഥകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വരാം. അതുകൊണ്ട് എല്ലാവരും എവിടെങ്കിലും പോകുമ്പോഴും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുമ്പോഴും എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു അനുഭവം കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ഇന്ന് പറയുന്നത്. എല്ലാവരും സൂക്ഷിക്കണം. അങ്ങനെ ആ ചേച്ചിയുടെ കൈ വീണ്ടും കൊണ്ടുപോയി. അങ്ങനെ അലോപ്പതി ഒഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആയുർവേദത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ചേച്ചിക്ക് അടങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. ചേച്ചി നല്ലതുപോലെ ജോലി ചെയ്യുന്നൊരു ചേച്ചിയാണ്. അങ്ങനെ ഇരുന്നപ്പം ചേച്ചിക്ക് ആ വീട്ടിൽ നിന്നപ്പോൾ വീണ്ടും ചേച്ചിക്ക് മനസ്സിനൊരു സമാധാനവുമില്ല. കാരണം വീട്ടിലില്ല വളർത്തുമൃഗങ്ങളെയൊക്കെ, പെറ്റുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നോക്കണമെന്നുള്ള മനസ്സിൽ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഈ പട്ടിയും പൂച്ചയൊക്കെ വളർത്തി ശീലമുള്ളവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അവയെ നോക്കുന്നതിനോട്. എത്ര വയ്യെങ്കിലും അവർക്കത് ചെയ്തെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ കൊണ്ടു ചെന്നാക്കിയപ്പോൾ മനസ്സങ്ങ് അവിടാണ് ചേച്ചിയുടെ. അതുകൊണ്ട് ചേച്ചി എന്തോ ഇത് വീണ്ടും അങ്ങ് പോയി. അവിടെ ചെന്ന് വീണ്ടും ചേച്ചി എന്തൊക്കെയോ ജോലി ചെയ്തപ്പം വീണ്ടും കൈക്ക് പ്രോബ്ലമായി. അങ്ങനെ വീണ്ടും കൂട്ടിക്കൊണ്ട് പോയവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇപ്പോൾ തകൃതിയായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അത് ഉടനെ തന്നെ സുഖമാകുമെന്ന് വിശ്വസിക്കുന്നു. ചേച്ചി നല്ല സുഖം പ്രാപിച്ച് വരട്ടെ. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു മിഡിൽ ഏജ് ആയിക്കഴിഞ്ഞാൽ ഈ വീഴ്ചയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിയാൽ അത് പിന്നെ ശരിയാവാൻ വലിയ പാടാണ്. പിന്നെ നമുക്ക് ജോലികളൊക്കെ ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും ഭാവിയിൽ. അതുകൊണ്ട് ആ പറ്റുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒടിവോ ചതവോ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നത് കണക്ക് കേട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതനുസരിച്ച് പ്രവർത്തിക്കണം. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. പ്ലാസ്റ്റർ ഇട്ട് അടങ്ങി ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്തെങ്കിലേ പറ്റൂ.
അങ്ങനെ ആ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കതൊരു കുഴപ്പമില്ലാതെ പഴയതുപോലെ തന്നെ റിക്കവർ ചെയ്തെല്ലാം ചെയ്യാൻ പറ്റും. അതിനുള്ള മനസ്സ് കാണിക്കണം ഈ പറ്റുന്നവർ. ഇത് ആ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ചേച്ചിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൊണ്ടുപോയി നോക്കിയവരും വളരെ നല്ല മനസ്സുള്ളവരാണ്. അപ്പോൾ അവർ ചിന്തിക്കേണ്ടുന്നത് ഇതാണ്: എന്നെ ഇപ്പോൾ നോക്കാൻ ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്നൊരു ചിന്ത വേണം. കൂട്ടുകാരെ, വേറെ ഇന്ന് വിശേഷങ്ങളൊന്നുമില്ല. എന്തൊരു കനത്ത മഴയാണ്, എല്ലായിടത്തും വെള്ളവും എല്ലാം ആണ്. ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്. എൻ്റെ കയ്യിലിങ്ങനെ തണുത്ത് വിറയ്ക്കുന്നു. ചിലപ്പോഴൊക്കെ പകലൊക്കെ ചെറിയ ചൂട് വരുന്നുണ്ട്, മഴയാണെങ്കിൽ ഇടയ്ക്ക് ചൂട് വരുന്നുണ്ട്. കൂട്ടുകാരെ, ഇങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് എവിടെ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരോ അപകടങ്ങളും ആപത്തുകളും ഒക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. മരം മുറിഞ്ഞ് വീഴുന്നു, ആക്സിഡൻറ്റുകൾ പറ്റുന്നു, വെള്ളം കയറുന്നു, വീട് പോകുന്നു. എനിക്കറിഞ്ഞൂടെ, ഇതെല്ലാം കാണാൻ നമ്മുടെ വിധി. എല്ലാം കൊണ്ടും ഒരു സമാധാനക്കേടാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് കാശില്ലാത്തത് വളരെയധികം മനസ്സിനെ അലട്ടുന്നു. ഓരോരോ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇത് തടസ്സമാകുന്നു. ഈ ഫണ്ടില്ലായ്മ എന്നുള്ളത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. നമുക്ക് ഇനി കുറച്ച് നാളുകളും കൂടെ ഉള്ള ജീവിതം എങ്ങനെയെങ്കിലും സമാധാനപരമായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ ഒരു രക്ഷയും ഇല്ല. ഓരോരോ ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന സമയമാണ്. ഞാനിവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നു. ഒരു വീഡിയോ ഇട്ടിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ കൂട്ടുകാരും വീഡിയോസ് എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് വലിയ വിശേഷങ്ങൾ വേറൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു. എനിക്ക് ഉറക്കമില്ലേ എന്ന് ആരും ചോദിക്കരുത്. കാരണം നമ്മൾ നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങി അങ്ങ് തെളിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കമില്ലാതെ ഇരിക്കും. അതേ പക്ഷം കുറച്ച് താമസിച്ചങ്ങ് കിടന്ന ഒറ്റ ഉറക്കത്തിന് അങ്ങ് നേരം വെളുക്കും. പ്രശ്നമൊന്നുമില്ല, ഉറക്കവും ശരിയാകും, മറ്റ് ബുദ്ധിമുട്ടുകളും ഇല്ല കൂട്ടുകാരെ. അങ്ങനെ നാളെ പലയിടത്തും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയൊക്കെ അവധിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ ഇല്ല, ആശ്രാമത്ത് മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കൂട്ടുകാരെ. എല്ലാ തരത്തിലുള്ള അതുവഴി വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടതാണ്. നാളെ മാങ്ങ സ്നേഹികളായിട്ടുള്ളവർക്ക് മാങ്ങകളൊക്കെ വന്ന് വാങ്ങിക്കാം. ആശ്രാമം മൈതാനത്ത് വലിയ ഫെസ്റ്റാണ് നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ അനൗൺസ്മെൻറ്റ് റോഡിലൂടെ ഇങ്ങനെ വണ്ടിക്കകത്ത് പോകുന്നത് കണ്ടു. പലതരത്തിലുള്ള രുചികരമായിട്ടുള്ള മാംഗോസും അതിൻ്റെ പ്രോഡക്ട്സുകൾ, ജ്യൂസ്, പിന്നെ അതിൻ്റെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം, അച്ചാറുകൾ എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും കാണുന്ന ഒരു ഫെസ്റ്റാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഫെസ്റ്റ് കാണാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല. ഇന്ന് അനൗൺസ് ചെയ്തത് കൊണ്ട് പോയി. താല്പര്യമുള്ളവർക്കെല്ലാം കാണാൻ കൂട്ടുകാരെ. ഇന്ന് അറിഞ്ഞ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ അനൗൺസ്മെൻറ്റ് കണ്ടു. അവിടെ വണ്ടിയിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത്. വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഉറങ്ങാൻ പോകുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.